ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന ആനുകാലിക ക്വിസ്. സ്വദേശ് മെഗാ ക്വിസിലേക്ക് ആവശ്യമായ ക്വിസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തേക്കണേ. എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചോദ്യങ്ങൾ നോക്കാം. ചരിത്രത്തിലാദ്യമായി ഒളിമ്പിക്സ് ഉദ്ഘാടനം സ്റ്റേഡിയത്തിന് പുറത്തു നടത്തിയത് ഏത് വർഷം? 2024 പാരീസ് ഒളിമ്പിക്സ്. മികച്ച പരിശീലകനുള്ള ദ്രോണാചാര്യ അവാർഡ് നേടിയ കബഡി കോച്ച് ഇ ഭാസ്കരൻ. ആഗോള താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയ 1850 ശേഷം ഏറ്റവും ചൂടേറിയത് ഏത് വർഷം? 2023. 1924 ജനുവരി 16 നടന്ന റെഡീമർ ബോട്ടപകടത്തിലൂടെ മലയാളത്തിന് ഒരു പ്രിയ കവിയെ നഷ്ടമായി. കവിയുടെ പേര്? മഹാകവി കുമാരനാശാൻ. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ പ്രൊസസർ ഏതാണ്? കൈരളി. ലോക കൈയക്ഷര ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 23. നേതാജി സുഭാഷ് ചന്ദ്ര ബോസിന്റെ ജന്മദിനമായ ജനുവരി 23 രാജ്യം ഏതു പേരിലാണ് ആചരിക്കുന്നത്? പരാക്രം ദിവസ്. ഏതിനം ജീവിയെ വംശനാശത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനുള്ളതാണ് ജടായു സംരക്ഷണ പദ്ധതി? കഴുകൻ, വൾച്ചർ. 2023 വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി ആരുടെ ആത്മകഥയാണ്? ശ്രീകുമാരൻ തമ്പി. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? ഡോക്ടർ S.K. വസന്തൻ. കേരളത്തിൽ പുതുതായി കണ്ടെത്തിയ അഗസ്ത്യഗാമ എഡ്ജ് ഏതിനം ജീവിയാണ്? ഓന്ത്. 2023 ഫിഫയുടെ ഏറ്റവും മികച്ച പുരുഷ ഫുട്ബോൾ താരം ആര്? ലയണൽ മെസ്സി. പുതുമഴ പെയ്യുമ്പോഴുള്ള മണ്ണിന്റെ മണമുള്ള അത്തർ വികസിപ്പിച്ചെടുത്ത കേരളത്തിലെ സ്ഥാപനം? ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ, പാലോട്, തിരുവനന്തപുരം. മൃദുഭാവേ ദൃഢകൃത്യേ എന്നത് ഏതു സേനാവിഭാഗത്തിന്റെ ആപ്തവാക്യമാണ്? കേരള പോലീസ്. ഇന്ത്യക്കു ശേഷം ചന്ദ്രനിൽ വിജയകരമായി ലാൻഡിംഗ് നടത്തിയ രാജ്യം? ജപ്പാൻ. ഇ-കൊമേഴ്സ് സ്ഥാപനമായ ആമസോൺ ലോകമെമ്പാടും പേരുകേട്ടതാണ്. ഇതിന്റെ സ്ഥാപകൻ ആര്? ജെഫ് ബെസോസ്. 1995 ജൂലൈ 16 സ്ഥാപിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ക്ഷീരകർഷകന് നൽകി വരുന്ന അവാർഡ് ഏതാണ്? ക്ഷീരസഹകാരി. പെട്രോളിയം ഖനനത്തിൽ 50 വർഷം പൂർത്തിയാക്കിയ ഇന്ത്യയിലെ എണ്ണപ്പാടം ഏതാണ്? ബോംബെ ഹൈ. നാസയും ജപ്പാൻ ബഹിരാകാശ ഏജൻസിയായ ജാക്സയും ചേർന്ന് വിക്ഷേപിക്കുന്ന മരം കൊണ്ട് നിർമ്മിച്ച സാറ്റലൈറ്റ് ഏത്? ലിഗ്നോ സാറ്റ്. കേരളത്തിലെ ഏതു നവോത്ഥാന നായകന്റെ സമാധി ശതാബ്ദി ദിനം ആണ് 2024 മെയ് 5 ആചരിച്ചത്? ചട്ടമ്പി സ്വാമികൾ. സ്വദേശ് ക്വിസ് ജികെക്കും മറ്റെല്ലാ ക്വിസിനും ഉണ്ണീസ് വിജയപാത. ഇന്ത്യ ആദ്യമായി ഒരു വിദേശ രാജ്യത്ത് ഏറ്റെടുത്തു നടത്തുന്ന തുറമുഖം ഏത്? ചബഹാർ, ഇറാൻ. ഇന്ത്യക്കാരനായ ആദ്യത്തെ ബഹിരാകാശ വിനോദ സഞ്ചാരി? ഗോപിചന്ദ് തൊടുകുറ. ആന്ധ്രാപ്രദേശുകാരനാണ് അദ്ദേഹം. വിറ്റാമിൻ B1 തയാമിൻ കുറവ് മൂലം വരുന്ന രോഗം ഏതാണ്? ബെറി രോഗം. കാൻ ചലച്ചിത്രമേളയിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ പുരസ്കാരം ഗ്രാൻഡ് പ്രീ അവാർഡ് നേടിയ പായൽ കബാഡിയ സംവിധാനം ചെയ്ത സിനിമ? ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ജവഹർലാൽ നെഹ്റുവിന്റെ എത്രാം ചരമദിനമായിരുന്നു
2024 മെയ് 27 60ാമത്തെ ചരമദിനം. കർണാടകം രണ്ടാമതായി ഔദ്യോഗിക ഭാഷാ പദവി നൽകുന്ന ഭാഷ ഏതാണ്? തുളു ഭാഷ. ലോക മാതൃഭാഷാ ദിനം ആചരിക്കുന്നത് എന്നാണ്? ഫെബ്രുവരി 21. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ടൂലിപ്പ് പൂന്തോട്ടം എവിടെയാണ്? ശ്രീനഗർ, ദാൽ തടാകത്തിനരികെ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ യുദ്ധവിമാനം ഏത്? തേജസ് മാർക്ക് 1A. പാരീസ് നഗരത്തിൽ വെച്ച് 2024 നടക്കുന്ന ഒളിമ്പിക്സ് ആ നഗരത്തിലെ എത്രാമത് ഒളിമ്പിക്സ് ആണ്? മൂന്നാമത്തെ ഒളിമ്പിക്സ്. കൂടുതൽ അറിവിന് സ്വദേശ് മെഗാ ക്യൂസിന് 19 വിജയപാത.